തിരുവചനം തിരുവചനം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഷാലോം പ്രേക്ഷകർക്ക് സ്നേഹത്തോടെ ദൈവകൃപയോടെ ആശംസിക്കുന്നു. കർത്താവായ ഈശോയിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കുടുംബത്തിൻ്റെ ഏകരക്ഷകൻ, ലോകരക്ഷകൻ ഈശോ മിശിഹ തന്നെ. അങ്ങനെയെങ്കിൽ ഈ കുടുംബത്തിൽ ആനന്ദം നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. സ്നേഹം തന്നെയായ, ആനന്ദം തന്നെയായ തമ്പുരാൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ കുടുംബത്തിൽ സ്നേഹം നിലനിർത്തുന്നതും ആനന്ദം നിലനിർത്തുന്നതും. എന്നാൽ ചിലപ്പോഴെങ്കിലും നാം കാണുന്നു, നമ്മുടെ കുടുംബങ്ങൾ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കണ്ണുനീരിൻ്റെ രൂപത്തിലും ഭാവത്തിലും ആയിരിക്കുന്ന അവസ്ഥ. സന്തോഷം അനുഭവിക്കാത്ത ഒരു സമയമാണല്ലോ സങ്കടം എന്ന് നമ്മൾ പൊതുവെ പറയുക. എന്തുകൊണ്ടാണ് ഈ കണ്ണുനീര് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുക? ബൈബിളിൽ 696 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് കണ്ണുനീർ. സങ്കീർത്തനം 56:8. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ ഞാനെടുത്ത് കുപ്പിയിൽ സൂക്ഷിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ കണ്ണുനീരെടുത്ത് കുപ്പിയിൽ സൂക്ഷിക്കുന്ന ദൈവം. ഇത് വെറും വാചികാർത്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു സത്യമല്ല. അനുദിന ജീവിതത്തിൽ അനേകം ജീവിതങ്ങളിടയിൽ നമ്മൾ ഇടപെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് എത്രയോ സമയത്ത് എത്രയോ വ്യക്തികൾക്ക് ഇന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സന്ദേശമാണ് മനുഷ്യൻ്റെ കണ്ണുനീര് ദൈവമെടുത്ത് കുപ്പിയിൽ സൂക്ഷിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഈ കണ്ണുനീർ ഇനിയും അരുതി. നമ്മുടെ കുടുംബങ്ങളിലെ സന്തോഷം കെടുത്തുന്ന നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണീർ കണങ്ങൾ ഞാനെടുത്ത് കുപ്പിയിൽ സൂക്ഷിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശരിയായ ആഴവും അർത്ഥവും മനസ്സിലാക്കി ഈ കണ്ണുനീർ ഇനിയും അരുതേ എന്നുള്ള ഒരു തീരുമാനവും ഒരു പ്രാർത്ഥനയുമാകട്ടെ ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്ന് ഇറങ്ങേണ്ടത്. കണ്ണുനീര് സന്തോഷം കെടുത്തുകയാണ്. ആദ്യത്തെ കണ്ണുനീർ എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളുടെ കണ്ണുനീര് തന്നെയാണ്. ഭാരതീയ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചു, മാതാപിതാ ഗുരു ദൈവം. ഒരു മനുഷ്യജീവിതം കടപ്പെട്ടിരിക്കുന്നത് അമ്മയോട്, അപ്പനോട്, ഗുരുവിനോട്, അതിനുശേഷം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ദൈവത്തിലേക്ക് തന്നെ കടന്നു പോകുന്ന ഒരു ജീവിതം. അമ്മയിൽ നിന്ന് ജനിച്ചും അമ്മയെ തിന്നും അമ്മയെ കുടിച്ചും വളർന്ന ഒരു മനുഷ്യജീവിതം. 280 ദിവസം അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുന്ന ഒരു മനുഷ്യജീവി. ആ ഒരു മനുഷ്യ വ്യക്തിയുടെ തലച്ചോറിൻ്റെ 70% അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് രൂപം കൊള്ളുകയാണ്. ഈ വിധത്തിൽ പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 28-ാമത്തെ വചനം ഓർമ്മപ്പെടുത്തുന്നത് പോലെ നൊന്തുപറ്റിയ അമ്മയെ നീ മറക്കരുത്. ചില മറവികൾ ജീവിതത്തിൽ എന്നും പാപമായി മാറും. ദൈവം ഓർമ്മപ്പെടുത്തിയൊരു കാര്യമുണ്ട്, ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കുവാനായി നീ നിൻ്റെ മാതാവിനെയും പിതാവിനെയും അനുഗ്രഹിക്കണം. മാതാപിതാക്കളുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ വേണ്ടി അത് തന്നെയുമല്ല, ഒരു വിധത്തിലും അവരുടെ കണ്ണുനീര് കുടുംബത്തിൽ വീഴാതിരിക്കാൻ മക്കൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ ദൈവം ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നൊന്തുപറ്റിയ അമ്മയെ നീ മറക്കരുത്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, അമ്മയുടെ ശാപം കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കും. അപ്പൻ്റെ അനുഗ്രഹം കുടുംബത്തിൻ്റെ ഭിത്തികളെ ബലവത്താക്കും. അമ്മയിൽ നിന്ന് ആരംഭിക്കുന്ന ജീവിതയാത്ര അപ്പനിലൂടെ വളരുകയാണ്. അതുകൊണ്ട് ജന്മം നൽകിയ മാതാപിതാക്കളെ നൊമ്പരപ്പെടുത്തരുതെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യന് താങ്ങാവുന്ന വേദന എന്ന് പറയുന്നത് 40 മുതൽ 42 ഡെസിബിൾ പെയിനാണ്. അതിനുശേഷം ഉണ്ടാകുന്ന വേദന കൂടിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു മനുഷ്യ വ്യക്തി ബോധം കെട്ടുപോവുകയാണ് സാധാരണ പതിവ്. എന്നാൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം 50 മുതൽ 52, 54 ഡെസിബിൾ പെയിൻ അനുഭവിച്ചാണ് ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. ഒരു മകന് വേണ്ടി, ഒരു മകൾക്ക് വേണ്ടി രക്തസാക്ഷിയായി മാറുന്നതാണ് ഒരമ്മ. ഒരമ്മയ്ക്ക് തൻ്റെ മക്കളെ നോക്കിക്കൊണ്ട് പറയാൻ സാധിക്കും, ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട എൻ്റെ ശരീരമാണ്. ഒരു മകനെ നോക്കിക്കൊണ്ട് അമ്മയ്ക്ക് പറയാനായിട്ട് സാധിക്കും, ഇത് നിനക്ക് വേണ്ടി ചിന്തപ്പെട്ട എൻ്റെ രക്തമാണ്. മക്കൾക്ക് വേണ്ടി രക്തസാക്ഷികളായി തീരുന്നവരാണ് മാതാപിതാക്കൾ. അതുകൊണ്ട് ദൈവമായ കർത്താവ്
അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, പുത്രൻ്റെ മേൽ നിനക്ക് ഞാൻ അധികാരം ഉറപ്പിച്ചിരിക്കുന്നു, അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. മക്കളോട് പറയുകയാണ്, നീ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കാൻ നിന്റെ മാതാപിതാക്കൾ ഏത് സ്വഭാവക്കാരായാലും അവരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്തം, ജന്മം നൽകിയെന്ന ഒറ്റ കാരണത്താൽ അവരെ ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും ദൈവത്തിൻ്റെ കൽപ്പനയാണ്, മനുഷ്യന് മാറ്റാനാവുന്ന ഒരു കൽപ്പനയല്ല. മാതാപിതാക്കൾ ചില പ്രത്യേക സ്വഭാവ സവിശേഷം ഉണ്ടാകണം എന്നുള്ളത് സത്യമാണ്. എങ്കിൽ പോലും അവർക്ക് ആവശ്യമായ ന്യായമായിട്ടുള്ള ഭക്ഷണവും വസ്ത്രവും പാർപ്പിട സൗകര്യവും ഒരുക്കി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം എല്ലാ മക്കൾക്കും ഉണ്ട് എന്നുള്ള ഒരു വലിയ സത്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം മാതാപിതാക്കളെ അനുഗ്രഹമില്ലാതെ ഏതെല്ലാം വഴിയേ പോയാലും അത് അനുഗ്രഹമല്ല, അപകടത്തിൻ്റെയും അസ്വസ്ഥതയുടെയുമായ പ്രളയം നമ്മുടെ കുടുംബത്തെ വന്ന് വിഴുങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാതാപിതാ ഗുരോ ദൈവം. നമ്മുടെ അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ അമ്മമാരെ കൂടുതലായിട്ട് പ്രശംസിച്ച് പറയുമെങ്കിലും ഈ അമ്മയോടൊപ്പം നിന്ന് വേദനയും കഷ്ടപ്പാടിലൂടെയും കടന്നു പോന്ന അപ്പൻ്റെ വിയർപ്പാണ് മക്കളുടെ വളർച്ചയ്ക്ക് പിന്നിൽ പല കുടുംബങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള വലിയൊരു സത്യം നമ്മൾ ഏറ്റുപറയുന്നു. ഏതാനും ചില അപവാദങ്ങളില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുകയുമില്ല. അത് അപ്പൻ കൊണ്ട വെയിലാണ് മക്കൾ ഇന്ന് തണലായിട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് അപ്പൻ്റെ ഹൃദയത്തിലും അമ്മയുടെ ഉദരത്തിലുമായിട്ടാണ് മക്കൾ വളർന്നു വരുന്നുള്ള വലിയ സത്യം ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് വേണ്ട വിധത്തിൽ പറഞ്ഞു കൊടുക്കാൻ, കാണിച്ചു കൊടുക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്തം ഇന്ന് മാതാപിതാക്കൾക്ക് വന്നിരിക്കുകയാണ്. അമ്മയുടെയും അപ്പൻ്റെയും കണ്ണുനീര് വീഴ്ത്തരുത്. മാതാപിതാ ഗുരു ദൈവം. അതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അമ്മയിൽ നിന്ന് വളർന്ന് അപ്പനിലേക്ക് വളർന്ന് അപ്പനിൽ നിന്ന് ഗുരുവിലേക്ക് വളരുമ്പോൾ ഗുരുവിൻ്റെ കണ്ണ് നിറയ്ക്കരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. VT ഭട്ടതിരിപ്പാട് എന്ന് പറയുന്ന എഴുത്തുകാരൻ ഓർമ്മപ്പെടുന്നൊരു കാര്യമുണ്ട്. ഗുരുവിൻ്റെ ശാപം കിട്ടിയൊരു വ്യക്തി ഒരു പുഴു അഗ്നിയിൽ കിടന്ന് വിടയുന്നത് പോലെ, നീറ്റുകൾക്ക് കിടന്ന് നീറുന്നത് പോലെ, ഉമിത്തിയിൽ കിടന്ന് ഒരു പുഴു വിടയുന്നത് പോലെ ജീവിതത്തിൽ സഹിക്കേണ്ടി വരുമെന്ന്. ഗുരുക്കന്മാരെ നിന്ദിച്ചുകൊണ്ട്, ഗുരുഭൂതരെ നിന്ദിച്ചുകൊണ്ട്, ഗുരുദക്ഷിണയായി നൽകുന്ന സഹോദരങ്ങളെ, മക്കളെ ഇന്ന് നമ്മൾ കാണുകാറുണ്ട്. കുടുംബത്തിൽ അധ്യാപകരെ നിന്ദിച്ചുള്ള സംസാരവും അധ്യാപകരെ അവഹേളിച്ചുള്ള സംസാരവും, അധ്യാപകർ എന്തെങ്കിലും എത്തുന്ന കറക്റ്റ് ചെയ്തതിൻ്റെ പേരിൽ അധ്യാപകരുടെ മേൽ മെക്കിട്ട് കയറാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾക്ക് ഓർക്കുക, ഗുരുശാപമേറ്റ ഒരു മകനും മകളും ജീവിത വഴിത്താരയിൽ അധികം മുന്നോട്ട് പോയിട്ടില്ല. കാരണം ഗുരുസ്ഥാനം എന്ന് പറയുന്നത് ദൈവസ്ഥാനമാണ്. ഗുരുവെന്ന് പറഞ്ഞ അക്ഷരം അറിവ് നീക്കുന്ന വ്യക്തി മാത്രമല്ല, ദിശാബോധം കൊടുക്കുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഒരു മനുഷ്യജീവിതത്തെ തമ്പുരാനിലേക്ക് കൈപിടിച്ച് നടത്താനുള്ള കാര്യഗൗരവബോധമുള്ള വ്യക്തിയാണ്. അപ്പോൾ അന്ധകാരം നീക്കുന്ന വ്യക്തിയാണ്, ദിശാബോധം കൊടുക്കുന്ന വ്യക്തിയാണ്, കാര്യഗൗരവബോധമുള്ള വ്യക്തിയാണ് അധ്യാപകർ. അത് അധ്യാപകർ മറക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുരുക്കന്മാരുടെയും കണ്ണുനീര് വീണ കുടുംബങ്ങളിൽ അതിൻ്റെ അസ്വസ്ഥതയുണ്ട്. രണ്ടാമത്തെ കണ്ണുനീരെന്ന് പറയുന്നത് മക്കളുടെ കണ്ണുനീരാണ്. ചില കുടുംബങ്ങൾ നമ്മൾ കാണാറുണ്ട്, ദൈവമായ കർത്താവ് പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന്. എന്നാൽ മാതാപിതാക്കൾ മൂലം കണ്ണുനീരനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രായപൂർത്തിയായിട്ട് മക്കളുടെ വിവാഹം നടത്തി കൊടുക്കാത്ത ചില മാതാപിതാക്കൾ, ഉത്തരവാദിത്തമില്ലാതെ അലസരായിട്ട് കുടുംബത്തിൽ കഴിയുന്ന മാതാപിതാക്കൾ. ഏതൊരു കുടുംബത്തിലും അമ്മയും മക്കളും ആഗ്രഹിക്കുന്നത് അപ്പൻ മുമ്പിൽ നിന്ന് നയിക്കുവാനാണ്. അലസനായിട്ട് നിൽക്കുന്ന ഒരു അപ്പനെ മക്കൾ വെറുക്കുമെന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ട് നയിക്കപ്പെടുവാനായിട്ട് ഒരു കുടുംബത്തിൽ ഹെഡ് ഓഫ് ദി ഫാമിലി, കുടുംബത്തിൻ്റെ ശിരസ്സായിട്ട് നിൽക്കേണ്ടത്, കുടുംബത്തിൻ്റെ ഹാർട്ടായിട്ട് നിൽക്കുന്ന അമ്മ, അതോടൊപ്പം കുടുംബത്തിൽ ദൈവം കൊടുത്ത ദാനമായി നിൽക്കുന്ന മക്കൾ. ഈ ഒരു മാനേജ്മെൻറ്റ്, കുടുംബത്തിലെ ഏറ്റവും വലിയ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഫാമിലി മാനേജ്മെൻറ്റാണ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രിൻസിപ്പിൾസ് മക്കൾ പഠിക്കുന്ന കുടുംബത്തിൽ നിന്നാണ്. മുമ്പിൽ നിന്ന് നയിക്കുന്ന, ധൈര്യത്തോടു കൂടി നിൽക്കുന്ന, ഏത് പ്രതിസന്ധികളെയും നേരിടാനായിട്ട് സാധിക്കുന്ന, ദൈവഗീതമനുസരിച്ച മക്കളെ നയിക്കുന്ന, ദൈവഗീതമനുസരിച്ച മക്കളെ തിരുത്തുന്ന, ദൈവഗീതമനുസരിച്ച് മക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു ഗുരുവായ, ടീച്ചറായ, നേഴ്സായ, പുരോഹിതനായ ഒരപ്പനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ചെയ്യാതെ ചില മാതാപിതാക്കളെങ്കിലും ഈ പ്രത്യേകിച്ച് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന റെസ്പോൺസിബിൾ പേരൻറ്ഹുഡ്, ഉത്തരവാദിത്തമുള്ള പിതൃത്വവും ഉത്തരവാദിത്തമുള്ള മാതൃത്വവും നിർവഹിക്കാതെ അനേകം മക്കൾ വഴിതെറ്റിപ്പോയതിൻ്റെ ഒരു കാരണം വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഈ മാതാപിതാക്കൾ മക്കൾക്ക് പരിചരണം കൊടുക്കാത്തതുകൊണ്ടാണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ പള്ളിയിൽ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. മക്കൾക്ക് എത്ര പ്രായമായാലും ഇതുവരെ അവർക്ക് ഉള്ള സ്വത്ത് വീതം വെച്ച് കൊടുക്കുകയോ വിഭജിച്ചു കൊടുക്കുകയോ മക്കളെ തമ്മിൽ ചേർത്ത് നിർത്തുകയോ ചെയ്യാത്ത അനേകം മാതാപിതാക്കൾ മൂലമാണ് പലപ്പോഴും കുടുംബങ്ങൾ മക്കൾ ശത്രുക്കളെ പോലെ പെരുമാറുന്ന സാഹചര്യം ഉണ്ടായത്.
ചിലപ്പോഴെങ്കിലും ചില മാതാപിതാക്കൾ മക്കൾ തമ്മിൽ പക്ഷഭേദം കാണിക്കുക, ചിലരോട് പ്രത്യേകത വാത്സല്യം കാണിക്കുക, മറ്റു ചിലരെ ഒഴിവാക്കുക, മറ്റു ചിലർക്ക് കൊടുക്കുക. അങ്ങനെ കുടുംബത്തിൽ തന്നെ അനൈക്യത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന മാതാപിതാക്കളെ ചിലപ്പോഴെങ്കിലും നമ്മൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, മക്കൾ നോക്കുന്ന കണ്ണാടിയാണ് മാതാപിതാക്കൾ. അതെ, കുടുംബത്തിൽ ഒരു അപ്പനും അമ്മയ്ക്കും മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് സ്നേഹിച്ച് കാണിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു അപ്പൻ തൻ്റെ മക്കളെ സ്നേഹിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആ കുടുംബത്തിലെ അമ്മയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് കുടുംബമെന്ന് പറയുന്നത് അതായത് ഡൊമസ്റ്റിക് ചർച്ചാണ്. ആദ്യത്തെ സഭയാണത്, പ്രാഥമിക സഭയാണ് നമ്മളെയൊക്കെ കുരിശു വരയ്ക്കാനായിട്ട് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ നമസ്കാരങ്ങൾ പഠിപ്പിച്ചത്. ഒരുപക്ഷെ വള്ളിയിലെത്തിയ പുരോഹിതൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മളെ അത് പഠിപ്പിച്ചത് നമ്മുടെ അമ്മയും അപ്പനുമാണ്. അതുകൊണ്ട് മക്കളെ വിശുദ്ധീകരിക്കുന്ന പുരോഹിതരാണെന്നുള്ളൊരു ദൗത്യം മാതാപിതാക്കൾ മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ കണ്ണുനീരെന്ന് പറയുന്നത് സഹോദരങ്ങൾ തമ്മിലുള്ള കണ്ണുനീരാണ്. ഒരുപക്ഷെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട മാതാപിതാക്കൾ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് കൊണ്ട് സഹോദരങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും ഐക്യവും ഇല്ലാതെ വളർന്നതിൻ്റെ ഫലമായിട്ട് അവർ തമ്മിൽ പരസ്പര വിദ്വേഷത്തിൻ്റെയും വിരോധത്തിൻ്റെയും അനൈക്യത്തിൻ്റെയും കണ്ണുനീര് കുടുംബത്തിൽ വീഴുകയാണ്. അനേകം തലമുറകൾ നശിച്ചു പോയതിൻ്റെ കാരണം അതായത് തമ്പുരാനെ തടഞ്ഞതുകൊണ്ട് ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ അകൽച്ചയുണ്ടായി. അവരിലുള്ള സ്നേഹക്കുറവ് മൂലം അത് കണ്ടു വളരുന്ന മക്കൾ അവരുടെ ബന്ധങ്ങളിലും തലമുറകളിലേക്ക് ഈ പാപം പടരുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ചൊരിഞ്ഞ കണ്ണുനീര്, മക്കൾ ചൊരിഞ്ഞ കണ്ണുനീര്, സഹോദരങ്ങൾ തമ്മിലുള്ള കണ്ണുനീര്, ഈ കണ്ണുനീര് ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ച് മാപ്പ് ചോദിച്ച് നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് അയൽവക്കംകാരുടെയും സമൂഹത്തിലുള്ള ചില വ്യക്തികളുടെയും കണ്ണുനീര്. ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടതിന് പകരം ഉത്തരവാദിത്തം നിർവഹിക്കാതെ അയൽക്കാരുമായുള്ള ബന്ധം തകർത്ത് ഇന്നും ഒരു ജെറീക്കോ പോലെ മതിൽ കെട്ടി അതിനുള്ളിൽ കഴിയുന്ന ജീവിതങ്ങളെ നമ്മൾ കണ്ടു. ഈ പ്രളയം നമ്മളെ പഠിപ്പിച്ചൊരു സത്യമുണ്ട്, കെട്ടുന്ന മതിലുകളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പൊളിഞ്ഞു പോകുമെന്നും പ്രകൃതിക്ക് വിരുദ്ധമാണ് മതിലുകളെന്നും സഹജീവികളും അയൽവക്കംകാരുമായുള്ള ബന്ധങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ കുടുംബവും മാത്രം മതിയെന്ന് പറയുന്നവരൊക്കെ വലിയ ദുരന്തത്തിലേക്ക് നീങ്ങുമെന്നും ഈ പ്രളയകാലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കണ്ണുനീരാണ് പാവങ്ങളുടെ കണ്ണുനീര്. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു കാരണവശാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാവങ്ങളുടെ കണ്ണുനീര് വീഴരുത്. വേലക്കാർക്ക് കൂലി കൊടുക്കാതിരിക്കുന്നത്, വേല ചെയ്യാതെ കൂലി മേടിക്കുന്നത്, അതോടെ ദൈവമായ കർത്താവ് പറഞ്ഞതുപോലെ അയൽക്കാരൻ്റെ അതിർത്തി മാന്താനായിട്ട് പോകുന്നത്, എന്തിനേറെ കുടിവെള്ളം പോലും കൊടുക്കാതിരിക്കുന്നത്, ഒരു കേബിൾ ടിവിയുടെ ലൈൻ വലിക്കാൻ പോലും സമ്മതിക്കാത്ത കുടുംബങ്ങൾ, ചേട്ടനും അനിയനും ആങ്ങളെയും പെങ്ങളും സഹോദരങ്ങളുമൊക്കെ ഇങ്ങനെ പാവങ്ങളുടെ കണ്ണുനീര് നമ്മുടെ കുടുംബത്തിൽ വീഴാതിരിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 4-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ ദൈവമായ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആവശ്യക്കാരിൽ നിന്ന് മുഖം തിരിക്കരുത്. ആവശ്യക്കാരിൽ നിന്ന് മുഖം തിരിച്ചാൽ അവൻ പ്രാഗിക്കഴിഞ്ഞാൽ ആ പ്രാക്ക് നിനക്കേൽക്കുമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിവുള്ള നന്മ എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. ഇന്ന് ലക്ഷങ്ങൾ മുടക്കിയുള്ള കല്യാണങ്ങൾ നടക്കുമ്പോഴും ആഘോഷങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ സഹായം ആവശ്യമുള്ള അയൽവക്കംകാരെ അവഗണിച്ചുകൊണ്ടുള്ള നമ്മുടെ ആഘോഷങ്ങൾ പാപമാണ്, തെറ്റാണ്, തിന്മയാണ്. ധനവാൻ നരകത്തിൽ ശിക്ഷിക്കപ്പെട്ടതിൻ്റെ ഏക കാരണം ലാസറിനെ ഉപദ്രവിച്ചത് കൊണ്ടല്ല, മോശമായ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടല്ല, ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അയാൾ ആഡംബരപൂർവ്വം ജീവിച്ചു, മിനുസമുള്ള വസ്ത്രങ്ങൾ ധരിച്ചു, ആഘോഷമായ ഭക്ഷണം കഴിച്ചു, ആവശ്യക്കാരനായ ലാസറിനെ അവഗണിച്ചു എന്നുള്ളതാണ്. ഇന്നും നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ കണ്ണുനീര് വീഴുന്ന അനുഭവങ്ങളുണ്ട്. ആരാണ് നമ്മുടെ അയൽക്കാർ? നമ്മുടെ സഹായം ആവശ്യമുള്ളവരാരോ അവരാണ് നമ്മുടെ അയൽക്കാർ. അവരെ പരിഗണിക്കാതെ നമ്മൾ ആഘോഷങ്ങളിലേക്ക് പോയാൽ നമുക്കെങ്ങനെ സന്തോഷിക്കാൻ സാധിക്കും? നമ്മുടെ സഹായം ആവശ്യമുള്ള ലോകത്തിലെല്ലായിടത്തും പോയി ഒരുപക്ഷെ നമുക്ക് സഹായം കൊടുക്കാനാവില്ല. എന്നാൽ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം അർഹിക്കുന്ന വ്യക്തികൾക്ക് നിഷേധിച്ചുകൊണ്ടുള്ള നമ്മുടെ കല്യാണ ആഘോഷങ്ങളും മാമോദീസ ആഘോഷങ്ങളും അതുപോലെ കുഞ്ഞുങ്ങളുടെ ജന്മദിന ആഘോഷങ്ങളൊക്കെ ദൈവതിരുസന്നിധിയിൽ ഉത്തരിപ്പ് കടവായിട്ട് അവശേഷിക്കുന്നുള്ളൊരു പരമസത്യം കൂടി നമുക്കറിയാൻ സാധിക്കും. പലപ്പോഴും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആഘോഷങ്ങളും ആർഭാടങ്ങളും പെരുകുമ്പോൾ നിരപരാധികളുടെ കണ്ണുനീര്, അത്യാവശ്യക്കാരുടെ കണ്ണുനീര് വീടുകളിൽ വീഴുകയാണ്. മിക്കവാറും നമ്മുടെ വള്ളിത്തിരുന്നാളുകൾ നടക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കിയുള്ള വെടിക്കെട്ടും ലക്ഷങ്ങൾ മുടക്കിയുള്ള പ്രദർശനവും എല്ലാം നടത്തി കഴിയുമ്പോൾ അതായത് ആവശ്യക്കാരെ ഒത്തിരിയേറെ പേരെ നമ്മൾ അവഗണിച്ചുകൊണ്ട് ആ സമൂഹത്തിൽ പാപം ഒരിക്കൽ കൂടി കൊന്നുകൂട്ടുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 56-ാം സങ്കീർത്തനം 8-ാം വചനം പറയുന്നത് പോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് ആരുടെയും കണ്ണുനീര് വീഴാതിരിക്കട്ടെ. സംഖ്യ 32:23 നിന്റെ പാപം നിന്നെ വേട്ടയാടും,
നിരപരാധിയുടെ കണ്ണുനീരും രക്തവും വീണിട്ടുണ്ടെങ്കിൽ അത് ഏതൊരു കുടുംബത്തെയും നശിപ്പിക്കുമെന്ന് യാതൊരു സംശയവുമില്ല. ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവം കായനോട് പറഞ്ഞു, കായനെ, ഈ ഭൂമിയിൽ നിന്റെ കരങ്ങൾ വഴിയായിട്ടാണ് നിന്റെ സഹോദരൻ്റെ രക്തം വീണത്. അതുകൊണ്ട് നീ നിൽക്കുന്ന സ്ഥലം അനുഗ്രഹപ്പെട്ടതല്ല, ശാപമേറ്റതാണ്. എവിടെയെങ്കിലും നമ്മൾ നമ്മുടെ സഹോദരങ്ങളുടെ, പാവങ്ങളുടെ കണ്ണുനീരാകട്ടെ, മാതാപിതാക്കളുടെ കണ്ണുനീരാകട്ടെ, സഹോദരങ്ങളുടെ കണ്ണുനീരാകട്ടെ, സഭയുടെ കണ്ണുനീരാകട്ടെ, മനഃപൂർവ്വം വീഴ്ത്തിയാൽ ഈ കണ്ണുനീര് നമ്മളെ അസ്വസ്ഥമാക്കും. കണ്ണുനീരെന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡിന് തുല്യമാണ്. ഈ സൾഫ്യൂരിക് ആസിഡ് ഇരിക്കുന്ന പാത്രത്തെ കൂടി ദ്രവിപ്പിച്ച് കളയും. ഇതുപോലെ തന്നെ വീഴുന്ന കണ്ണുനീര് ഒത്തിരിയേറെ തറവാട്ട് കുടുംബങ്ങളെ തകർത്ത് കളഞ്ഞാണ്, ഒരുപാട് തലമുറകളെ നശിപ്പിച്ച് കളഞ്ഞാണ്. അതുകൊണ്ട് ദൈവമായ കർത്താവിൻ്റെ വചനം നമുക്ക് ഒരിക്കൽ കൂടി ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. 56 സങ്കീർത്തനം 8 വചനം. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ വചനത്തിൻ്റെ പൊരുൾ ഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഈ കണ്ണുനീർ ഇനിയും അരുതേ, ഈ കണ്ണുനീർ ഇനിയും അരുതേ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.